പുതിയൊരു ISL സീസണിന് മുന്നോടിയായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് അവരുടെ ആദ്യ പ്രീ സീസൺ സൗഹൃദ മത്സരം പൂർത്തീകരിച്ചിരിക്കുകയാണ്. റിസൾട്ട് നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഗോകുലം കേരളയുമായിട്ട് ബ്ലാസ്റ്റേഴ്സ് എതിരില്ലാത്ത 1 ഗോളുകൾക്കാണ് വിജയിച്ചിട്ടുള്ളത്. ഈ ഒരു മത്സരത്തെക്കുറിച്ച് പറയാനാണെങ്കിൽ ലൈവ് ടെലികാസ്റ്റോ സ്ട്രീമിങ്ങോ കാര്യങ്ങളൊന്നുമില്ലായിരുന്നു. നമ്മൾ പുറത്ത് നിന്ന് ആരാധകരെടുത്തിട്ടുള്ള, അതായത് ഫോൺ ക്യാമറയിൽ ഷൂട്ട് ചെയ്തിട്ടുള്ള വിഷ്വൽ വെച്ചിട്ടാണ് ഈ ഒരു വീഡിയോയിൽ ചില പോയിൻറ്റ്സ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത്. കിക്ക് ഓഫ് തൊട്ട് ബ്ലാസ്റ്റേഴ്സിൻ്റെ ആ ഒരു ഫസ്റ്റ് അപ്രോച്ച് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പിറകിലേക്ക് ഡിഫൻസിലേക്ക് പന്ത് വെച്ച് കളിച്ച് കൂടുതൽ പൊസിഷൻ എടുത്ത് മധ്യനിരയിലേക്ക് സ്വിച്ച് ചെയ്ത് പിന്നെയും അത് പുറകോട്ടെടുത്ത് കളിച്ച് പിന്നെ വിങ്ങിലേക്ക് കൂടുതൽ ആശ്രയിക്കുന്ന രീതിയിലുള്ള ഒരു സെറ്റ് ഓഫ് ഗെയിം പ്ലേ ആണ് ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു സൗഹൃദ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് കാഴ്ചവെച്ചിട്ടുള്ളത്. പിന്നെ ഒരു ഫസ്റ്റ് ഹാഫിനോട് അടുക്കുമ്പോൾ തന്നെ പല ഒരു ഗെയിം സ്റ്റൈൽ ബ്ലാസ്റ്റേഴ്സ് ഉപയോഗിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ആദ്യം 4-3-3 ഫോർമേഷനിൽ നിന്ന് അവസാനം 4-2-3-1 എന്നൊരു ഫോർമേഷനിലേക്ക് സ്വിച്ച് ചെയ്യപ്പെടുകയാണ്. അതായത് DMFലാണ് സ്ട്രാറ്റജി മാറുന്നത്. അവിടെ വിപിൻ മോഹനൻ പന്തെടുത്ത് അഡ്വാൻസ് ചെയ്ത് മുന്നോട്ട് ചെല്ലുമ്പോൾ അവിടെ കൃത്യമായിട്ട് ആ ഒരു പൊസിഷൻ ഹോൾഡ് ചെയ്ത് പിടിച്ചു നിർത്തുന്നത് നമ്മുടെ റൗളിംഗ് ബോർജസ് ആണ്. വളരെ നല്ല ബ്രില്യൻ്റ് ആയിട്ട് നെറേറ്റീവായിട്ടുള്ള പാസുകളാണ് റൗളിംഗ് ബോർജസ് തൻ്റെ താരങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. ലൂണയ്ക്കു പകരം വന്ന മാർലൂൺ അറ്റാക്കിംഗ് റോളിൽ ഒരു കവറപ്പ് നടത്തിയെങ്കിലും കൂടുതൽ കളി കേന്ദ്രീകരിക്കുന്നതും വിങ്ങിലേക്കാണ്. പന്ത് അവസാനം ഫൈനൽ തേർഡിലേക്കാണെങ്കിലും ചെന്നെത്തുന്നതെന്നാണ് നമുക്ക് ആ ഒരു മത്സരത്തിൻ്റെ ആ ഒരു വിഷ്വൽസൊക്കെ കാണുമ്പോൾ മനസ്സിലാവുന്നത്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കയ്യിൽ കുറച്ച് വിഷ്വൽസേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. അതും മുറിഞ്ഞ് പല സെക്ഷനായിട്ടാണ് നമുക്ക് വിഷ്വൽസ് കിട്ടിയിട്ടുള്ളത്. ഒരുപക്ഷെ ഫുൾ ഹൈലൈറ്റ്സ് നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഇതിലും നല്ല നമുക്ക് ഔട്ടൊക്കെ കിട്ടിയേക്കാം. പക്ഷേ ഇതെന്തായാലും നമുക്ക് കിട്ടിയ വിഷ്വൽസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു മധ്യനിരയിലേക്കുള്ള ഒരു ആട്രിബ്യൂട്ട് വേണ്ട രീതിയിൽ കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ രണ്ടാം പകുതിയിലേക്ക് വരുമ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ എല്ലാ വിദേശ താരങ്ങളെയും ഇറക്കിയിട്ടുണ്ടായിരുന്നു. ആദ്യ പകുതിയിൽ മാർലോണും ഒപ്പം നമ്മുടെ ഈ പറഞ്ഞ മെത്തിയാസ് ഹെൻട്രിക്കസും മാത്രമേ ലെവലിലുണ്ടായിരുന്നുള്ളൂ. രണ്ടാം പകുതിയിലേക്ക് വരുമ്പോൾ ഡിഫൻഡർ ഒമർ ബായും ഒപ്പം മറ്റിയാസ് ഹെൻട്രിക്കസും ഉണ്ടായിരുന്നു ആ സമയത്ത്. പിന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ വിങ്ങറായിട്ടുള്ള ഈ ഒരു താരത്തെ തീർച്ചയായിട്ടും എടുത്തു പറഞ്ഞേ മതിയാവും. വേറെ ആരെക്കുറിച്ചുമല്ല, ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫ്രഞ്ച് വിങ്ങറായിട്ടുള്ള കെവിൻ യോക്കയെ കുറിച്ചാണ് പറയുന്നത്. കഴിഞ്ഞ മാച്ച് അനാലിസിസ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു നോഹ സദോയുടെ ആ ഒരു ഗെയിം സ്റ്റൈലിനോടൊരു സാദൃശ്യമുള്ളൊരു പ്ലെയർ ആണെന്നുള്ളത്. അപ്പോൾ ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോഴത്തേക്കും, അതായത് രണ്ടാം പകുതിയിലേക്ക് വരുമ്പോഴത്തേക്കും പന്ത് വിങ്ങിലേക്ക് കേന്ദ്രീകരിക്കുന്ന ആ ഒരു ഗെയിമിൽ നിന്നും ഈ കെവിൻ യോക്കയിലേക്ക് കിട്ടി. കെവിൻ യോക്കെ മധ്യനിരയിലേക്ക് വന്ന് പന്ത് ക്യാരി ചെയ്ത് ഹോൾഡപ്പ് ചെയ്ത് മധ്യനിരയിലേക്ക് കൂടി ഇറങ്ങിച്ചെന്ന് കളിക്കുന്ന ഒരു, അതായത് അതിൻ്റെ ഫിസിക്ക് വെച്ച് എതിരാളികളെ പോലും ബീറ്റ് ചെയ്തുകൊണ്ട് 2-3 താരങ്ങളെ ബീറ്റ് ചെയ്ത് മധ്യനിരയിലേക്ക് കയറി വന്ന് ഡയഗണൽ പാസ് കൊടുക്കുന്ന വിഷ്വൽസും അല്ലെങ്കിൽ ഒരു ഗോൾ കോൺട്രിബ്യൂഷൻ ചെയ്യാൻ തുമ്പത്ത് നിർഭാഗ്യം കൊണ്ട് ബാർ പോസ്റ്റിൽ തട്ടിപ്പോകുന്ന വിഷ്വൽസ് വരെ നമ്മൾ കണ്ടിരുന്നു. ആകെ കൂടെ കുറച്ച് ചെറിയ കട്ട് വിഷ്വൽസ് മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് എന്നെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു മത്സരത്തിലൊരു പോരായ്മ എന്തെന്ന് പറഞ്ഞാൽ, എനിക്കറിയാവുന്ന എൻ്റെ കുറച്ച് കൂട്ടുകാർ അവിടെ കളി കാണാൻ പോയിട്ടുണ്ടായിരുന്നു. അവരവിടെ നിന്ന് ലൈവ് കാണുമായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് അവർ പറഞ്ഞൊരു കാര്യമാണ്, ഫൈനൽ തേർഡിലേക്ക് വരുമ്പോൾ വിങ്ങിലൂടെയുള്ള ഒരു ക്രോസോ അല്ലെങ്കിൽ ആ ഒരു ഡയഗണൽ പാസ്സൊക്കെ കിട്ടിക്കഴിയുമ്പോൾ ഫിനിഷ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അതൊരു അറ്റംപ്റ്റ് നടത്താനായിട്ട്, ഇപ്പോൾ ഫസ്റ്റ് 11 ഉണ്ടായിരുന്നൊരു പ്ലെയർ ആയിരുന്നു വിക്ടർ ബർട്ടോമിയോ. ക്രോസുകൾ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ റീച്ചിങ് വളരെ കുറവാണെന്നും മാത്രമല്ല അദ്ദേഹത്തിൻ്റെ വേണ്ടത്ര ഫിനിഷിങ് കൃത്യമായിട്ട് കിട്ടിയിട്ടില്ല എന്നുമാണ് ലൈവ് കളി കണ്ടവർ പറഞ്ഞിട്ടുള്ളത്. ആ ഒരു കൺവേർഷൻ നടത്താൻ പറ്റാത്തതാണ് ഈ ഒരു മത്സരത്തിലുള്ള ആകെ കൂടുതലുള്ള നെഗറ്റീവായിട്ടുള്ളൊരു കാര്യം. സോ ഇപ്പോൾ എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ നമുക്ക് കിട്ടിയിട്ടുള്ള ചെറിയ ഷോട്ടുകൾ വെച്ചിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇതുവരെ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്കിതൊരു അനാലിസിസ് നമുക്ക് തീർത്ത് പറയാൻ പറ്റില്ല. അപ്പോൾ ഇനിയിപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ആയിട്ടാണെങ്കിലും അതിൻ്റെ വിഷ്വൽസൊക്കെ വിടുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഒരു ഡീകോഡിങ് അനാലിസിസൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. സോ അപ്പോൾ എന്തായാലും ഇവിടെ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇനിയിപ്പോൾ നാളെയോ മറ്റന്നാളോ ഒക്കെ കഴിഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ രണ്ടാമത്തെ ഒരു ഫ്രണ്ട്ലി മാച്ച് കൂടി ഒരുപക്ഷെ നമ്മൾ കാണേണ്ടി വരും. അപ്പോൾ അതിൻ്റെ കൂടുതൽ വിശദീകരണവുമായിട്ടും ഡീകോഡിങ് അനാലിസിസും ഒക്കെ ആയിട്ട് നമ്മൾ വരുന്ന ദിവസങ്ങളിൽ വരും. അതിന് മുൻപ് നമുക്കൊരു കമ്പാരിസൺ പ്ലെയർ അനാലിസിസ് വീഡിയോ ഒക്കെ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇനി ആരെ വെച്ചിട്ടുള്ളൊരു കമ്പാരിസൺ വേണം അല്ലെങ്കിൽ ആരെ വെച്ചിട്ടുള്ളൊരു ഡീകോഡിങ് പ്ലെയർ അനാലിസിസ് വേണം എന്നുള്ളതിനെക്കുറിച്ചുള്ള കാര്യം തീർച്ചയായിട്ടും കമൻറ്റ് രേഖപ്പെടുത്തുക. പിന്നെ ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുവാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. സോ അപ്പോൾ എന്തായാലും മറ്റൊരു ദിവസം ഇതിലും നല്ല പുതുപുത്തൻ എപ്പിസോഡുമായി വരുമ്പോഴത്തേക്കും ബൈ.